ആലുവ ചൊവ്വര ഗുണ്ടാക്രമണ കേസിൽ ഒടുവിൽ അറസ്റ്റിലായ 2 പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ആദ്യം അറസ്റ്റിലായ 3 പ്രതികളെ ഇന്നലെ റിമാൻഡ് ചെയ്തിരുന്നു. 5 പേരെയും പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. ഉമേഷ് കൂടുതൽ വിവരങ്ങളുമായി. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കീർത്തി. ഉമേഷ്, പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമ്പോൾ എന്തൊക്കെ വിവരങ്ങളാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നത്? ഇത്തരമൊരു ആക്രമണത്തിനുള്ള സാഹചര്യം എന്തായിരുന്നു? തുടർന്നുള്ള വിവരങ്ങളൊക്കെ പോലീസിന് ലഭിക്കുന്നുണ്ടോ? കീർത്തി, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേരെയാണ് ഇതിനകം അറസ്റ്റ് ചെയ്തത്. ഇനി പ്രധാനമായും അറിയേണ്ടത് ഇതിൻ്റെ ഗൂഢാലോചനയിൽ ആരൊക്കെ പങ്കെടുത്തു, ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ഇതിൽ പങ്കാളിത്തമുള്ളവർ ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ച് തന്നെയാണ് പോലീസിന് പ്രധാനമായും അറിയേണ്ടത്. കൂടാതെ എന്തായിരുന്നു ഇത്രയും വലിയ ആക്രമണത്തിലേക്ക് നയിക്കാൻ ഇവരെ പ്രേരിപ്പിച്ചത് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഉത്തരം പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. അതിന് ഈ അറസ്റ്റിലായവരെ കസ്റ്റഡിയിൽ വാങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നടപടിക്രമം. ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യം 3 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അത് ഫൈസൽ ബാബു, സനീർ, ഒപ്പം സിറാജ് എന്നിങ്ങനെ 3 പേരെയാണ് ആദ്യം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ 3 പേരെ ഇന്നലെ തന്നെ അങ്കമാലി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. ഇവരെ ഈ ആദ്യം അറസ്റ്റിലായി 3 പേരെ അറസ്റ്റ് ചെയ്ത ശേഷം അന്ന് രാത്രിയോടെയാണ് മറ്റ് 2 പേരെ കൂടി പോലീസ് പിടികൂടുന്നത്. മുബാറക്ക്, സിറാജ് എന്നിങ്ങനെ 2 പേരെ കൂടി പിടികൂടിയിരുന്നു. അവരുടെ അറസ്റ്റ് കഴിഞ്ഞ ദിവസം രാത്രി വൈകിയാണ് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് ഇന്നായിരിക്കും അവരെ കോടതിയിൽ ഹാജരാക്കുക. അങ്കമാലി കോടതിയിൽ തന്നെ ഇന്ന് വൈകുന്നേരത്തിന് മുമ്പായി ഹാജരാക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ 5 പേരിലും റിമാൻഡിലായ ശേഷം ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാനാണ്, 5 പേരെയും ഒരുമിച്ച് കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. പരമാവധി ദിവസം കസ്റ്റഡിയിൽ ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് എന്താണ് യഥാർത്ഥ കാരണം, എങ്ങനെ ഇത് നടപ്പാക്കണമെന്ന ആസൂത്രണം ആരാണ് അതിന് നിർദ്ദേശം നൽകിയത്, ഇത് കൊട്ടേഷൻ ആക്രമണമായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസിന് ഇവരിൽ നിന്ന് ചോദിച്ചറിയേണ്ടതുണ്ട്. ഒപ്പം വളരെ പ്രധാനപ്പെട്ട തെളിവെടുപ്പടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇതിലേറ്റവും പ്രധാന കാര്യം ഈ കൃത്യം നിർവഹിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ പോലീസ് ഇതിനകം കണ്ടെടുത്തു എന്നുള്ളത് തന്നെയാണ്. ഇരുമ്പ് ദണ്ടും ഒപ്പം ചുറ്റികയും ഇവ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ ക്രൂരമായ ആക്രമണം നടത്തിയത്. ഈ ആയുധങ്ങൾ കണ്ടെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം ഇവർ സഞ്ചരിച്ച വാഹനങ്ങളും, അതായത് ഒരു കാറും ഒരു ബൈക്കും, ഈ കാറിലും ബൈക്കിലും എത്തിയാണ് ഈ ചൊവ്വര കൊണ്ടോട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് സംസാരിച്ച് നിൽക്കുകയായിരുന്നവർക്ക് നേരെ വലിയ ആക്രമണം അഴിച്ചുവിട്ടത്. അപ്പോൾ ഇവർ സഞ്ചരിച്ച ഈ വാഹനങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. അതായത് പ്രധാനപ്പെട്ട നിർണായക തെളിവുകൾ ഇതിനകം തന്നെ പോലീസ് ശേഖരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. ഇനി ഇവരെയും കൊണ്ട് ഈ സംഭവ സ്ഥലത്തടക്കം എത്തിച്ച് തെളിവെടുപ്പ് നടത്തണം. ഒപ്പം ഇവരുടെ സംഘത്തിൽപ്പെട്ടവർ ആരൊക്കെയാണ് എന്നത് കണ്ടെത്തണം. ഇത് കൊട്ടേഷൻ ആക്രമണമായിരുന്നോ, ആരാണ് ഇവർക്ക് നിർദ്ദേശം നൽകിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസിന് അറിയേണ്ടതുണ്ട്. അതിന് ഈ 5 പേരും റിമാൻഡിലായ ശേഷം ഇവരെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനായി പോലീസ് അപേക്ഷ നൽകും എന്നാണ് മനസ്സിലാക്കുന്നത്. കസ്റ്റഡി ലഭിച്ചാലുടൻ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കും. ഇതിലിപ്പോൾ പിടിയിലായ 5 പേരും എറണാകുളം സ്വദേശികളല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരുണ്ട്, കണ്ണൂർ സ്വദേശിയുണ്ട്. കണ്ണൂർ സ്വദേശി ഫൈസൽ ബാബുവാണ് ഇതിൽ പ്രധാനപ്പെട്ട പ്രതി എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾ ഏറെ നാളായി ഇവിടെ എറണാകുളത്ത് താമസിക്കുകയാണ്, കഴിഞ്ഞ 3 വർഷമായി താമസിക്കുകയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തൃശ്ശൂർ സ്വദേശികളുണ്ട്. ഇങ്ങനെ മറ്റ് ജില്ലയിൽ നിന്ന് എത്തിയവരടക്കമാണ്. ഇവരെ അവിടെ നിന്ന് വിളിച്ചു വരുത്തുകയായിരുന്നു. ഇവർ ഏതെങ്കിലും ഗുണ്ടാ സംഘത്തിൽപ്പെട്ടവരാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അതിനൊക്കെ ഉത്തരം പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. ഒപ്പം ഈ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന സുലൈമാൻ, ഇദ്ദേഹം ശ്രീമൂലനഗരം പഞ്ചായത്ത് മുൻ അംഗമാണ്. ഇദ്ദേഹത്തിനാണ് ഏറ്റവും കൂടുതൽ പരിക്കേറ്റത്. തലയ്ക്കും കഴുത്തിനുമടക്കം ഗുരുതരമായ പരിക്കുകളുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വെന്റിലേറ്ററിൽ കഴിയുകയാണ് സുലൈമാൻ. ഇപ്പോഴും ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്ന വിവരം. അതേസമയം ആക്രമണത്തിൽ പരിക്കേറ്റ മറ്റ് 3 പേർ, അവർക്ക് സാരമായി പരിക്കേറ്റിട്ടില്ല, അവരുടെ അടക്കം മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവം നടന്ന ഉടനെ തന്നെ വളരെ കൃത്യവും ദ്രുതഗതിയിലും നടത്തിയ അന്വേഷണമാണ് മണിക്കൂറുകൾക്കകം തന്നെ ഈ പ്രധാനപ്പെട്ട പ്രതികളെ, അതായത് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരെ അടക്കം പിടികൂടാൻ പോലീസിന് കഴിഞ്ഞത്. പക്ഷേ ഈ 5 പേർ കൊണ്ട് ഇതിലെ കുറ്റക്കാർ ഈ 5 പേർ മാത്രമല്ല എന്ന് പോലീസിന് ബോധ്യമുണ്ട്. ബാക്കിയുള്ളവരെ കൂടി അതിവേഗം പിടികൂടാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. കീർത്തി. ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.